Hi friends, welcome back to Creative Hub. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊട്ടിയ ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ പൊട്ടിയൊരു ഹെഡ് ബാൻഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഹെഡ് ബാൻഡ് രണ്ടും കൂടെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഫ്ലെക്സ് ക്യൂബ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഹെയർ ബാൻഡിൻ്റെ പൊട്ടിയ ഭാഗത്ത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ രണ്ട് ഭാഗവും ഒട്ടിച്ചെടുക്കുക. പിന്നെ കുറച്ചും കൂടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഫ്ലെക്സ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സാധാരണ നോർമൽ ടാപ്പ് ആയാൽ മതി, കുറച്ചധികം കൂടെ ചുറ്റിയെടുക്കുക കേട്ടോ. ഇത് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടൻ്റെ ക്ലോത്താണ് യൂസ് ചെയ്തത്. ക്ലോത്ത് ഇതേപോലെ മടക്കിയെടുക്കുക. മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമൊന്നും ഞാൻ ഇതിൽ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം നല്ല ഭാഗം എടുക്കുന്ന രീതിയിൽ ഇതേപോലെ മറിച്ചിടുക. മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ഇതേപോലെ തന്നെ നടുവിൽ വരുന്ന രീതിയിൽ ഇതേപോലെ തന്നെ വെക്കുക. അതിനുശേഷം ആ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ഹെഡ് ബാൻഡ് ഉണ്ടല്ലോ, ആ ഹെഡ് ബാൻഡ് ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ടതിന് ശേഷം കെട്ട് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ പിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഈ കെട്ട് ഒന്ന് ഊരിയെടുക്കാം. ഇനി ആ പിന്ന് വരുന്ന ഭാഗം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം രണ്ട് ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് ഇതേപോലെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ട് ഇതേപോലെ മടക്കുക. മടക്കിയതിന് ശേഷം പിന്ന് കുത്തിയിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ വരിക. ഇനി അടുത്തതായിട്ട് അപ്പുറത്തെ ഭാഗം ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ട് ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നടുഭാഗം ഇതേപോലെ ഉണ്ടാവുക, അവിടെ സ്റ്റിച്ച് ഉണ്ടാവില്ല. ഇനി അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതേപോലത്തെ ഒരു സേഫ്റ്റി പിൻ ഇട്ടതിന് ശേഷം അതൊന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ പിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ല ഭാഗം നമുക്ക് മറിച്ചിട്ടെടുക്കാൻ കഴിയും. അപ്പോൾ അതേപോലെ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ നല്ല ഭാഗം പുറത്ത് ആക്കിയെടുക്കുക. ഇനി ആ ഹെഡ് ബാൻഡ് നേരത്തെ വെച്ച പോലെ തന്നെ ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ ഒരു കെട്ടിട്ടെടുക്കുക. പിന്നെ നമ്മൾ അവസാനം സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ വരുന്ന ആ ഹോളിൻ്റെ ഉള്ളിലൂടെ ഈ ഹെഡ് ബാൻഡിൻ്റെ തെമ്പും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഹെഡ് ബാൻഡ് ഇതേപോലെ തന്നെ എടുത്തതിന് ശേഷം അപ്പുറത്തെ ഭാഗത്തും ആ ഒരു ക്ലോത്ത് ആ ഹെഡ് ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ കെട്ടുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കി വരുന്ന ആ തുണീൻ്റെ പീസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഹെഡ് ബാൻഡിന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം അതിൻ്റെ താഴെഭാഗത്ത് ഹെഡ് ബാൻഡിൻ്റെ താഴെഭാഗത്ത് ക്ലോത്ത് ഒന്ന് ഇതേപോലെ തന്നെ തുന്നിയെടുക്കേണ്ടത്. അതൊന്ന് നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. തുന്നിയതിന് ശേഷം ഞാനവിടെ ഒന്ന് ഗ്ലൂ ഗണ്ണുകൊണ്ട് തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴെഭാഗത്ത് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ റിബൺ ഉപയോഗിച്ചിട്ട് താഴെഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ ഹെഡ് ബാൻഡിന് ചെയ്യുന്നത് കോട്ടൺ റിബണാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള സാധാ റിബണാണുള്ളത്. അപ്പോൾ അതാണ് ഞാനിവിടെ വെച്ചുകൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ വലിയ ചിലവൊന്നും ഇല്ലാതെ ഹെഡ് ബാൻഡിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ.
അപ്പോൾ വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെഡ് ബാൻഡാണ്. അപ്പോൾ ഇതൊരു പൊട്ടിപ്പോയ ഹെഡ് ബാൻഡാണെന്ന് കണ്ടാൽ പറയുകയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും.